വെൽക്കം ടു ഹീലിംഗ് ത്രൂ ടാരോട്ട്. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ദ മൂൺ കാർഡാണ്. നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആണ്. നിങ്ങളൊരു വൺ മാൻ ആർമി പോലാണ്. എല്ലാം നിങ്ങളുടെ സ്വയം കഴിവുകൊണ്ട് നിങ്ങൾ നേടിയെടുത്ത സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതേസമയം മെൻ്റലി നിങ്ങൾ വളരെ ഡിസ്റ്റർബായിട്ടാണ് ഈ കാർഡ്സ് കാണിക്കുന്നത്. എല്ലാത്തിനോടും നിങ്ങൾക്കൊരു പേടിയും ഒരു മിഥ്യാബോധവുമാണ്. നിങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വെൽ സെറ്റിൽഡ് ആണ്, ഹാപ്പിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഉള്ളിൽ നിങ്ങളുടെ വിഷമങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഇതൊരു കരിയറിലാണെങ്കിലും പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. ജോലി നല്ലതായിട്ട് പോകുന്നുണ്ട്, സ്റ്റഡി ഇൻകം ഉണ്ട്. പക്ഷേ അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. റിലേഷൻഷിപ്പിലാണെങ്കിൽ തന്നെയും ഒരു ഇമോഷണൽ ഓപ്പൺനെസ് അവിടെ ഉണ്ടാകുന്നില്ല. എല്ലാം ഒളിച്ചു വെക്കുന്നതായിട്ടാണ്. അതായത് ഒരു ഷെയറിങ് ആൻഡ് കെയറിങ് അങ്ങനെ ഒരു മൈൻഡ് അങ്ങോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നില്ല. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എല്ലാത്തിനെയും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്നും വെളിയിൽ വരാൻ സാധിക്കും. പുറമേ എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഈ പ്രശ്നങ്ങളുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അത് കാരണം എല്ലാ കാര്യവും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇതിൽ നിന്നും എല്ലാം നിങ്ങൾക്ക് വെളിയിൽ വന്ന് നിങ്ങൾക്കൊരു ഇമോഷണൽ ക്ലാരിറ്റി ഉണ്ടാകുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജേർണലിംഗ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ഇമോഷണൽ ക്ലാരിറ്റി നിങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ടാകുന്നതാണ്. ഇത് എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.